ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രേവതിലെ സച്ചിൻ എന്ന നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ടും ലൈവിലൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നാളത്തെ സച്ചിനും രേവതിനും കഥ എന്ന് പറഞ്ഞാൽ രസകരമാകുന്നൊരു നിമിഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മുടെ ശ്രുതിയെ തട്ടിക്കൊണ്ട് പോകുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ടല്ലോ. അങ്ങനെ പാട്ടൊക്കെ പാടി എന്തായാലും ലാവിഷായിട്ട് പാവപ്പെട്ട ശ്രുതി ഒരു പകുതി മന്ദബുദ്ധിയാണ് എന്ന് പോലും നമുക്ക് തോന്നുന്ന നിമിഷമൊക്കെ ഉണ്ട്. അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്ന ശ്രുതി നീലിമയെ പരസ്പരം കാണുകയും നീലിമയെ തട്ടിക്കേറുകയും ഒടുവിൽ നീലിമയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ രക്തം തിളക്കിയുണ്ട്. രക്തം തിളച്ച് നീലിമേനെ വാക്കുകൾ കൊണ്ട് പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നീലിമ തൻ്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ. അങ്ങനെ തൻ്റെ കയ്യിലിരിക്കുന്ന തോക്ക് ചൂണ്ടി നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയാണോ. അങ്ങനെ തോക്ക് കണ്ടത് ശ്രുതി പേടിച്ചു പോയി. പിന്നെ ശ്രുതിക്ക് ഒന്നും പറയുവാനൊന്നുമില്ല. അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുവാൻ വേണ്ടി അപഹരിക്കുവാൻ വേണ്ടി നീലിമ നമ്മുടെ ശ്രുതിയെ വിളിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇത് നേരത്തെ അറിഞ്ഞല്ലോ, ആരോ തട്ടിക്കൊണ്ട് പോയി എന്ന് നമ്മുടെ ശ്രുതി അറിഞ്ഞുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ആ ജോലിഭാരത്തിൽ നടന്ന് ഇടയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്ന് തൻ്റെ കൂട്ടുകാരിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഈ ഫോൺ കോളിൽ നീലിമയാണ് വിളിക്കുന്നത്. നീലിമ അങ്ങനെ വിളിച്ച് തനിക്ക് 50 ലക്ഷം രൂപ തൻ്റെ നീലിമയാണെന്നും അങ്ങനെ നമ്മുടെ ശ്രുതി അറിഞ്ഞിട്ടോ. അങ്ങനെ നീലിമയോട് പറയുകയാണ്, എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ തന്ത്രപൂർവ്വം തട്ടിയെടുത്ത 50 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ശ്രുതിയെ ഞങ്ങൾ വിട്ടുതരാം, അല്ലെങ്കിൽ അവൻ്റെ ജീവൻ പോലും അവൻ്റെ ശവം പോലും നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ശ്രുതി ആദ്യം വഴങ്ങുന്നില്ല, ശ്രുതി എതിർത്ത് നിൽക്കുകയാണ്. അപ്പം ശ്രുതി തിരിച്ച് നമ്മുടെ നീലിമേനെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് പോവുകയാണ്. നീലിമയ്ക്ക് മനസ്സിലായി ഇവിടെ സാധാ രീതിയിൽ ഭീഷണിപ്പെടുത്തിയ തൻ്റെ ഉദ്ദേശം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ നീലിമ ശ്രുതിയെ ഉപദ്രവിക്കുകയും അങ്ങനെ ഉപദ്രവിക്കുന്ന ശബ്ദം നമ്മുടെ ശ്രുതിയെ കേൾപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ തൻ്റെ കൊട്ടേഷൻ സംഘക്കാർ നമ്മുടെ ശ്രുതിനെ ചതയ്ക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ മർദ്ദിക്കുന്നുണ്ട്. ആ മർദ്ദന ശബ്ദവും അതുപോലെ ശ്രുതി കിടന്ന് നിലവിളിക്കുന്ന ശബ്ദവും ഒക്കെ കേട്ടപ്പോൾ നമ്മുടെ ശ്രുതി ആകെ തകർന്നു പോയി കേട്ടോ. എന്ത് ചെയ്യും, ശ്രുതിനെ രക്ഷപ്പെടുത്താതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ അത് മാത്രമല്ല, പൈസ കൊടുക്കുവാൻ തൻ്റെ കയ്യിൽ ഇല്ലതാനും. അങ്ങനെ വലിയൊരു മാനസികമായിട്ട് സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതിനുശേഷം കാണുന്നത് നമ്മൾ എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളൊരു തീരുമാനത്തോടു കൂടി തൻ്റെ കൂട്ടുകാരിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും കൂട്ടുകാരിക്ക് പോലും ഇതിനകത്ത് യാതൊരു എത്തും പിടിയും കിട്ടാൻ നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷമാണ് നമ്മുടെ സച്ചിനെയും രേവതിനെയും കാര്യങ്ങളിലേക്ക് വരുന്ന സച്ചിനും രേവതിനെയും ഭാഗം നമ്മൾ കാണാൻ പോകും. ഗജാനന്ദനെ പിടിച്ചിട്ടും ഈ ദേവതിനെ ഉപദ്രവിച്ചത് ആരാണെന്ന് വ്യക്തമാക്കാത്തത് കൊണ്ട് തന്നെ ഗജാനന്ദൻ അല്ല എന്ന് സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ സച്ചി എന്ന് രേവതിയോട് കാര്യങ്ങൾ പറയാം, ഞാൻ അവനെ പിടിച്ചു, പക്ഷേ അവനല്ല ഇതിന് ഉത്തരവാദി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രേവതിക്കും ആകെ കൺഫ്യൂഷനായി പോവുക. രേവതിക്കും ഒരു സംശയം എന്ന് പറയുന്നത് ഗജാനന്ദനെയായിരുന്നു. അപ്പം ഇങ്ങനെ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്ന ഒരു ഭാഗങ്ങളൊക്കെ. അപ്പം രേവതി ചോദിക്കുന്നുണ്ട്, ഗജാനന്ദൻ അല്ലാതെ പിന്നെ ആരാണ് സച്ചിയുടെ എന്നെ ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ സച്ചിയോട് ദേഷ്യമുള്ളത്? അങ്ങനെ ആരുമില്ലല്ലോ എന്ന് പറയാം. അപ്പോഴും ആൻ്റണി ഒരു ചിന്താഗതി രേവതിക്ക് സച്ചിക്കുമില്ല. കാരണം രേവതി അനിയൻ നമ്മുടെ ആൻ്റണിയുടെ കൂടെയാണല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെ ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയും ഒടുവിൽ ഒരു സംശയം നമ്മുടെ ഇവരുടെ പേരിലേക്ക് ആൻ്റണിയുടെ പേരിലേക്കൊക്കെ എത്തുകയും ചെയ്യുന്ന ഒരു ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. എന്തായാലും ഇത് പ്രൊമോ വിശേഷമാണ്. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.